ഹേ ഗൈസ്, നമ്മുടെ പള്ളിയിൽ പള്ളിപ്പെരുന്നാൾ തുടങ്ങിയ കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ നന്നായി റെഡിയായി തന്നെ പള്ളിയിൽ പോകണ്ടേ? ചത്ത് കിടന്നാലും ചമഞ്ഞ് കിടക്കണമെന്നാണല്ലോ. സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുമ്പോൾ എനിക്ക് നല്ല നീളം മുടിയായിരുന്നേ. അന്നേരം ഈ ഷോർട്ട് ഹെയറുള്ള ചേച്ചിമാരെയൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്കും അതുപോലെ മുടിയൊക്കെ വെട്ടിയിട്ട് നല്ല സ്റ്റൈലായിട്ടൊക്കെ നടക്കണമെന്ന്. പിന്നെ കോളേജ് കാലഘട്ടത്തിൽ നമ്മൾ ഈ മുടി സ്ട്രെയിറ്റ് ചെയ്യുക അങ്ങനത്തെ പരിപാടിയൊക്കെ നമുക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണല്ലോ. പക്ഷെ ഞാനതൊന്നും ചെയ്തിട്ടില്ല. ആ ഒരു സമയത്ത് എനിക്ക് നല്ല മുടിയായിരുന്നു കേട്ടോ. പിന്നെ ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ പൈസയൊക്കെ ആകുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ. അങ്ങനെ മുടിയൊക്കെ സ്ട്രെയിറ്റ് ചെയ്ത് ഉള്ള മുടിയൊക്കെ ശരിക്കും പോയി എന്ന് വേണം പറയാനായിട്ട്. കാലം കഴിയും തോറും പണ്ടത്തെ പോലത്തെ നീളം മുടി തന്നെ എനിക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ നിലവിലത്തെ പ്രാർത്ഥന എന്താണെന്നറിയാമോ? ഈ ഉള്ള മുടിയെങ്കിലും കൊഴിയാതെ ഇങ്ങനെ ഇരുന്നോട്ടെ എന്നുള്ളതാണ്. അങ്ങനെ ചെറിയ രീതിയിൽ ക്രീമും മേക്കപ്പും ഒക്കെ ഇട്ട് കണ്ണൊക്കെ എഴുതി ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് മുടിയൊക്കെ ഒന്ന് ചേകി ഒതുക്കി ഞാൻ റെഡിയായിട്ടോ. ലിപ്സ്റ്റിക്ക് എങ്ങനെ തന്നെയൊക്കെ ഇട്ടാലും കുറച്ച് കഴിയുമ്പോൾ ഞാനതൊക്കെ തിന്നും. ഒന്ന് പുറത്തൊക്കെ ഇറങ്ങിക്കഴിയുമ്പോൾ ഈ അഴിച്ചിടുന്ന മുടി കാരണം എനിക്ക് ചൂട് സഹിക്കാൻ പറ്റാതെ ഞാൻ കയ്യിൽ കരുതിയിരുന്ന് ബുഷോ ക്ലിപ്പോ ഒക്കെ എടുത്ത് മുടി ചുരുട്ടിയെടുത്ത് കെട്ടിവെക്കും കേട്ടോ. അതാണ് എൻ്റെ സ്ഥിരം പതിവ്. പിന്നെ നേരത്തെ കയ്യിൽ കാണിച്ച മുറിവില്ലേ, അതൊന്ന് അലച്ച് തല്ലി വീണതാണ് കേട്ടോ. ഒന്നല്ല 2 പ്രാവശ്യം കയ്യിലും കാലിലും ഒക്കെ നല്ല മുറിവുണ്ട്, നല്ല വേദനയുണ്ട്. ആ വേദനയൊക്കെ കടിച്ച് പിടിച്ചാണ് ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. മേക്കപ്പൊക്കെ ഇട്ട് കാലിലും കയ്യിലും മുറിവൊക്കെ ഒന്ന് ഡ്രസ്സിങ് ചെയ്തിട്ട് പള്ളിയിലോട്ട് പോകാനായിട്ട് ഇറങ്ങി. അപ്പോൾ അടുത്ത വീഡിയോയിൽ ബാക്കി കാണാം. ടാറ്റാ.